രചന രാജീവ് ഷാജി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇല്ല, ഈ വിവാഹം നടക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. സാവിത്രി അമ്മ പൊട്ടിത്തെറിച്ചു. നിന്റെ സമ്മതം ഇവിടെ ആർക്കും വേണ്ട സാവിത്രി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മോന്റെ ഇഷ്ടമാണ് പ്രധാനം. സുധാകരൻ തമ്പി പറഞ്ഞു. മോൻ ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ഈ അച്ഛൻ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തന്നിരിക്കും. താങ്ക്സ് അച്ഛാ. മനു അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഏയ്, നമുക്കിടയിൽ എന്തിനാ മോനൊരു ഫോർമാലിറ്റി? അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചു. ഇത് കളരിക്കൽ തറവാട്. അവിടുത്തെ കാരണവരാണ് സുധാകരൻ തമ്പി, അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി അമ്മ. അവരുടെ ഒരേ ഒരു മകനാണ് മനു സുധാകരൻ എന്ന മനു. സുധാകരൻ തമ്പിക്ക് ബിസിനസ്സാണ്. സ്വന്തമായി റെസ്റ്റോറന്റുകളും ഷോപ്പുകളും ഉണ്ട്. മനു അച്ഛന്റെ ബിസിനസ്സിൽ സഹായിക്കുന്നു. തമ്പി മുതലാളി എന്നാൽ ആ നാട്ടുകാർക്ക് ദൈവതുല്യനാണ്. നാട്ടുകാരുടെ എന്താവശ്യത്തിനും അദ്ദേഹം കൂടെ ഉണ്ടാവും. ഏത് പാതിരാത്രിക്കും ആർക്കും എന്താവശ്യത്തിനും തമ്പി മുതലാളിയെ വിളിക്കാം. അദ്ദേഹം എവിടെയായാലും അവിടെ എത്തിയിരിക്കും. അച്ഛന്റെ സ്വഭാവ ഗുണങ്ങൾ കിട്ടിയിരിക്കുന്ന മകനാണ് മനു. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായി കണ്ട് സഹായിക്കാനുള്ള മനസ്സ് എപ്പോഴും അവനുണ്ട്. നീ അച്ഛന്റെ അഭിമാനമാണ് മോനെ എന്ന് തമ്പി മുതലാളി എപ്പോഴും പറയാറുണ്ട്. ഇതൊക്കെ അച്ഛൻ വളർത്തിൻ്റെ ഗുണങ്ങളാണെന്ന് അവൻ പറയും. എന്നാൽ സാവിത്രി അമ്മ അങ്ങനെയല്ല. അവർക്ക് സ്വന്തം കാര്യം മാത്രം. മറ്റുള്ളവരുടെ വേദനകൾ അവരെ ബാധിക്കുകയില്ല. അച്ഛനും മകനും നാട്ടുകാരെയും ബന്ധുക്കളെയും സഹായിക്കുന്നത് സാവിത്രി അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതിന്റെ പേരിൽ അവരെപ്പോഴും വഴക്കുണ്ടാക്കും. പക്ഷെ അച്ഛനെയും മകനെയും അതൊന്നും ബാധിക്കില്ല. അവരവരുടെ സഹായം തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഒരു ദിവസം തമ്പിയുടെ ഭാര്യാര സുഹൃത്തിനെ അദ്ദേഹം കാണാനിടയായി. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണെന്ന് തമ്പി മനസ്സിലാക്കി. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തു. കുറച്ച് പണവും നൽകിയാണ് അദ്ദേഹത്തെ മടക്കി അയച്ച്. എന്ത് സഹായത്തിനും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ തമ്പി പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇടക്കൊക്കെ വിവരങ്ങൾ അന്വേഷിക്കാൻ മനുവിനെ തമ്പി ചുമതലപ്പെടുത്തി. അങ്ങനെ മനു അദ്ദേഹത്തിന്റെ വീട്ടിലെ സന്ദർശകനായി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയും മകളുമാണുള്ളത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ പ്രതീക്ഷിക്കാതെ വന്ന ഭാര്യയുടെ അസുഖം ആ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു. ഭാര്യയുടെ ചികിത്സക്കായി ഉള്ളതൊക്കെ വിറ്റുപെറുക്കി പണം സ്വരൂപിച്ചു. വീട് പോലും പണയത്തിലായി. പക്ഷെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലെ പണത്തിനായില്ല. അദ്ദേഹവും മകളും ആകെ തകർന്നു പോയി. അമ്മയ്ക്ക് അസുഖം ബാധിച്ചതോടെ മകളുടെ പഠനം മുടങ്ങി. എന്നാൽ മനു അച്ഛനോട് പറഞ്ഞ ശേഷം അവളുടെ പഠനത്തിന് സഹായിച്ചു. അമ്മ മരിച്ചതോടെ ആകെ തകർന്നുപോയ കീർത്തിയെ മനു ധൈര്യം പകർന്നു നൽകി തിരികെ കൊണ്ടുവന്നു. അവളോടുള്ള സൗഹൃദം പ്രണയമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. പക്ഷേ അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി. തനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധമാണെന്ന് പറഞ്ഞാണ് അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ അവന്റെ പ്രണയത്തിൽ നിന്ന് അധിക നാൾ ഒഴിഞ്ഞു മാറാൻ അവൾക്കായില്ല. അവളും പതി അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷേ തങ്ങൾ ഇത്രയും സഹായിച്ച തമ്പി സാറിനോട് താൻ നെറിയേട് കാണിക്കുകയാണോ എന്ന തോന്നൽ പലപ്പോഴും അവളിൽ ഉണ്ടായി. അവളത് പലപ്പോഴും മനുവിനോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം അവൻ അച്ഛനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. ആ, വരൂ അങ്കിൾ. അവൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അച്ഛാ, ഇവൾക്ക് വല്ലാത്ത പേടി. എന്നെ സ്നേഹിച്ചു പോയാ അത് അച്ഛനോട് കാണിക്കുന്നത് നെറികേടാവുമെന്ന്. മനു ചിരിയോടെ അച്ഛനെ അവളെയും നോക്കി. അവളൊന്ന് ഞെട്ടി. അദ്ദേഹത്തോട് മനു അത് പറയുമെന്ന് അവൾ കരുതിയില്ല. അത് അവളുടെ മുമ്പിൽ വെച്ച് തമ്പി സാർ ചിരിച്ചു. മോളെ, ജാതിയോ മതമോ സമ്പത്തുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒന്നും വേർതിരിച്ച് കാണേണ്ടതില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഞാനീ സമ്പാദിക്കുന്നൊക്കെ എൻ്റെ മോന് വേണ്ടിയല്ലേ. അവൻ്റെ ഇഷ്ടമാണ് അവൻ്റെ അച്ഛനായ എൻ്റെ ഇഷ്ടം. മോളെ അച്ഛന് ഇഷ്ടമാണ്. എൻ്റെ മോന് പറ്റിയ പാത തന്നെയാവും മോള്. പിന്നെ ഇവൻ്റെ അമ്മ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അവൾക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അവൾക്ക് അവളുടെയും ഞങ്ങളുടെയും കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അവിടെ ഏതോ കൂട്ടുകാരുടെ മോളവിന് വേണ്ടി നോക്കി വെച്ചേക്കും അവള്. ഇതറിയുമ്പോൾ കുറച്ച് പൊട്ടിത്തെറിക്കും. എന്നാലും സാരമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് വലുത് എൻ്റെ മോൻ്റെ സന്തോഷമാണ്. അവന് ഇഷ്ടപ്പെട്ട പെണ്ണിനൊപ്പം തന്നെ അവൻ ജീവിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. മോളിപ്പോൾ വേറൊന്നും ചിന്തിക്കണ്ട. ശ്രീധര, നിന്റെ മോളെ ഞാനിങ്ങ് എടുക്കുക. എൻ്റെ മോളായിട്ട് പൂർണ്ണ മനസ്സോടെ ഇവിടെ ഞങ്ങൾക്ക് തരണം. തമ്പി കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ എന്താ പറയാ, എൻ്റെ കുട്ടിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ തമ്പി? ഉണ്ടടോ, തൻ്റെ മോൾക്ക് മാത്രമേ എൻ്റെ മരുമോളാകാനുള്ള യോഗ്യതയുള്ളൂ. തമ്പി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോടെ ശ്രീധര, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ശരി അമ്പി. മോളെ, അച്ഛൻ ഇറങ്ങട്ടെ? ശരി അങ്കിൾ. ഏയ്, അങ്കിളല്ല മോളെ, അച്ഛൻ. അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. അദ്ദേഹം അവളുടെ കവളിൽ വാത്സല്യത്തോടെ തട്ടി. അവളൊന്ന് പുഞ്ചിരിച്ചു. ഇപ്പൊ സമാധാനമായല്ലോ. മനു അവളോട് മെല്ലെ പറഞ്ഞ് അച്ഛനൊപ്പം പോയി. മനുവും കീർത്തിയുമായുള്ള വിവാഹകാര്യം തമ്പി പറഞ്ഞപ്പോൾ സാവിത്രി പൊട്ടിത്തെറിച്ചാണ് കുറച്ചു മുമ്പ് കേട്ടത്. സാവിത്രി തന്റെ കൂട്ടുകാരുടെ മകളുമായി മനുവിന്റെ വിവാഹം നടത്താൻ വാക്കുകൊടുത്തിരുന്നു. തന്റെയോ അച്ഛന്റെയോ സമ്മതം കൂടാതെ തന്റെ വിവാഹം തീരുമാനിച്ച എന്തിനെന്ന് മനു അമ്മയോട് ചോദിച്ചു.
ഒരു ദരിദ്രവാസിയുമായി തന്റെ മകന്റെ കല്യാണം നടത്തില്ലെന്ന് സാവിത്രി തീർത്തു പറഞ്ഞു. എന്നാൽ തന്റെ മകന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്ന തമ്പിയും പറഞ്ഞു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ മനുവും കീർത്തിയുമായുള്ള വിവാഹം തമ്പി നടത്തി. തന്റെ മകൾ സുമംഗലിയായത് കണ്ട് ആ അച്ഛന്റെ കണ്ണ് സന്തോഷത്താൽ നിറഞ്ഞു. വീട്ടിലെത്തിയ നവദമ്പതികളെ സ്വീകരിക്കാൻ താലവും നിലവിളക്കും ഒരുക്കാൻ തമ്പി സാവിത്രിയോട് പറഞ്ഞു. എന്നാൽ അതിന് കൂട്ടാകാതിരുന്നവരെ തമ്പി ശാസിച്ചു. ഈ വീട്ടിലെ കാരണവർ താനാണെന്നും താൻ പറയുന്ന അനുസരിച്ചാൽ മതിയെന്നും തമ്പി പറഞ്ഞു. മനസ്സിലാ മനസ്സോടെ അവരയാൾ അനുസരിച്ചു. അവളുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കുമ്പോൾ അവർ മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടിയിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് മനുവിനൊപ്പം ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ് എന്താണ് എന്തിനാ ഈ കണ്ണെറിയുന്നത്? മനുവേട്ട ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനുവേട്ടന്റെ താലി എന്റെ കഴുത്തിൽ വീണതും മനുവേട്ടന്റെ സ്വന്തമായതൊന്നും വിശ്വസിക്കണ്ടേ? ഇന്നുപോലെ നീ എന്റേത് മാത്രമാ. ഒരു ശക്തിക്കും നമ്മൾ വേർപിരിക്കാനാവില്ല. അവനവളെ തന്നെ നെഞ്ചോട് ചേർത്തു. ഉടലുകൊണ്ടും ഉയരുകൊണ്ടും ഒന്നാവുമ്പോൾ അവൾ അറിയുകയായിരുന്നു തന്റെ മനുവേട്ടന്റെ സ്നേഹം. പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കീർത്തി കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു. സാവിത്രി അമ്മ വന്നപ്പോഴേക്കും അവൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഓ, ആരെ കാണിക്കാനാ രാവിലെ തന്നെ ഈ പ്രഹസനം? ആരോട് ചോദിച്ചു. അമ്മേ, ഞാൻ വിളിക്കരുത് നീ എന്നെ അങ്ങനെ. ആഷ്ടിക്ക് വകയില്ലാത്ത ദരിദ്രവാസി. എന്റെ മോനെ കയ്യും കാണിച്ചു മയക്കിയ പോലെ എന്നെ മയക്കാൻ നീ കരുതണ്ട. നടക്കില്ല അത്. ഈ ജന്മം നിന്നെ ഞാൻ എന്റെ മരുമകളായിട്ട് കാണില്ല. നീ എന്റെ ശത്രുവാ. എന്റെ ഭർത്താവിനെയും മകനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്ന ശത്രു. ഞാൻ സമ്മതിക്കില്ല അതിന്. അമ്മേ, നിന്നോട് റെഡി പറഞ്ഞ് അങ്ങനെ വിളിക്കരുതെന്ന്. മര്യാദക്കൊരു വേലക്കാരി പോലെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ നിനക്കിവിടെ കഴിയാം. അല്ലെങ്കിൽ ഈ സാവിത്രി ആരാണെന്ന് നീ ശരിക്കറിയും. പറഞ്ഞേക്കാം. ആ ഒരു ദേഷ്യത്തോടെ അവിടുന്ന് പോയി. പാവം കീർത്തി പൊട്ടിക്കരഞ്ഞു പോയി. സാവിത്രി അവസരം കിട്ടുമ്പോഴൊക്കെ അവളെ വേദനിപ്പിച്ചു. പക്ഷെ അവളൊന്നും മനുവിനോടോ തമ്പിയോടോ പറഞ്ഞിരുന്നില്ല. മോളെ, തമ്പി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ഹാളിൽ വന്നിരുന്നു. ആ അച്ഛാ, ദേ എടുക്കുവാ. അവൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിൾ വെച്ച് തമ്പിക്ക് വിളമ്പി കൊടുത്തു. അപ്പോഴേക്കും മനുവും വന്നു. അവൾ അവനും വിളമ്പി കൊടുത്തു. അപ്പോഴാണ് സാവിത്രി അങ്ങോട്ട് വന്ന്. കീർത്തി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവളോട് ദേഷ്യം തോന്നി. ഓ, കെട്ടിരമ്മ വന്നപ്പോ അവളുണ്ടാക്കുന്ന മതി. കീർത്തിയുടെ മുഖം മങ്ങി. സാവിത്രി, മോളോടുള്ള നിന്റെ ദേഷ്യ ദൂരം മാറിയില്ലേ? ഇവള് നമ്മുടെ മരുമോളാ. മോളെ പോലെ കാണണം. ഞാൻ പറഞ്ഞു എനിക്കുള്ള മരുമകളായിട്ട് കാണാൻ കഴിയില്ലെന്ന്. ആരും എന്നെ അതിന് നിർബന്ധിക്കണ്ട. അവരകത്തേക്ക് പോയി. മോളിയൊന്നും കാര്യാക്കണ്ട. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവള് മോളെ സ്നേഹിച്ചു തുടങ്ങിക്കോളൂ. മോളിരുന്ന് കഴിക്കുക. ഞാൻ അമ്മ കഴിക്കുമ്പോൾ കഴിച്ചോളാം അച്ഛാ. ആ, അമ്മയോടൊപ്പം കഴിക്കാൻ നിന്നാ നീ ഇന്ന് കഴിച്ചേനെ. ഇവിടെ നിന്ന് കഴിക്കടി. മനു അവളെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. അവൾക്ക് അവൻ വിളമ്പിക്കൊടുത്തു. കഴിക്കുമോളെ, ഇന്ന് മോളാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലേ? അതെ അച്ഛാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൾ മടിച്ചു ചോദിച്ചു. ആ, കുഴപ്പമുണ്ടോന്നോ? മോൾക്ക് നല്ല കൈപ്പുണ്യല്ലേ. ഇത്രയും നല്ല ആഹാരം ഞാൻ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. അച്ഛാ, സത്യ മോളെ അച്ഛൻ പറഞ്ഞ്. മോളെ വെറുതെ പുകഴ്ത്തിയതല്ല, ശരിക്കും നല്ല ഭക്ഷണം തന്നെയാ. അതേടോ, അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ്. മോനെ, നിന്റെ അമ്മ കേൾക്കണ്ട. കേട്ടാ മോളോടുള്ള ദേഷ്യം അവൾക്ക് കൂടും. തമ്പി ചിരിയോടെ പറഞ്ഞു. അവരും ചിരിച്ചു. സാവിത്രി അമ്മയ്ക്ക് കീർത്തിയുള്ള ദേഷ്യം ഓരോ ദിവസം കഴിയുന്നവർ കൂടിക്കൂടി വന്നു. എങ്ങനെയാണോ മനുവിന്റെ ജീവിതത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവരിക്കാര്യം മനുവിന് വേണ്ടി അവർ കണ്ടുപിടിച്ച പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞു. കീർത്തി അവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമായിരുന്നു. കാരണം മനുവിന്റെ പേരുള്ള കോടിക്കണക്കിന് സ്വത്തിലായിരുന്നു അവരുടെ മകളുടെയും കണ്ണ്. അതിനുവേണ്ടി അവരും സാവിത്രിയമ്മയും ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. ഒരു ദിവസം മകളെയും കൊണ്ട് അവർ സാവിത്രിയമ്മയുടെ വീട്ടിലെത്തി. കീർത്തി കുളിക്കാനായി മുറിയിൽ കയറിയ സമയത്ത് ഇരുവരും ചേർന്ന് സാവിത്രിയമ്മയുടെ മുറിക്ക് മുന്നിലായി എണ്ണയൊഴിച്ചു. ഈ സമയം തമ്പിയും മനുവും വീട്ടിലുണ്ടായിരുന്നില്ല. കീർത്തി മുറിയിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ സാവിത്രിയമ്മ തറയിലിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ വിളി കേട്ട് കീർത്തി പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. അവൾ ഇറങ്ങി വന്നപ്പോൾ കണ്ടത് തറയിൽ വീണ് കിടക്കുന്ന സാവിത്രിയമ്മയാണ്. അയ്യോ അമ്മേ, എന്തു പറ്റി? വേഗം അവൾ അവർക്കടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ അടുക്കള വാതിലിന് പിന്നിൽ മറഞ്ഞു നിൽക്കായിരുന്ന അവരുടെ കൂട്ടുകാരിയും മകളും അങ്ങോട്ടേക്ക് വന്നു. എന്താ അമ്മേ, എന്തു പറ്റി? എങ്ങനെയാ അമ്മ വീണ്? കീർത്തി അവരോട് ചോദിച്ചു. തൊട്ടുപോയത് തന്നെ. കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ ഒന്നറിയാത്ത പോലെ അഭിനയിക്കുന്നോ? ആരോടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ കിടന്ന് വിളിക്കാൻ തുടങ്ങി. അയ്യോ അമ്മേ, എന്നെ ഒരുപ്പെട്ടോള് കൊല്ലാൻ നോക്കിയേ. ആരെങ്കിലും ഓടി വരണേ. അയ്യോ, എന്തു പറ്റി? എന്താ ആന്റി പറ്റിയത്? കൂട്ടുകാരിയും മകൾ അവരുടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു. എന്ത് പറ്റിയാന്നാ മോളെ? ഇവളെനിക്ക് ഇഷ്ടമില്ലെന്നുള്ള കാര്യം ഇവൾക്ക് അറിയാം. അതുകൊണ്ട് എന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇവളെന്നെ കൊല്ലാൻ നോക്കിയതാ മോളെ. തേ നോയിക്കേ, ഞാൻ മുറി കയറിയ തക്കത്തിന് ഇവളിവിടെ എണ്ണ ഒഴിച്ചു. അതേലും തന്നെയാ ഞാൻ വീണത്. എന്റെ നടു പോയി മോളെ. ഞാൻ ചാവൂന്ന് കരുതി ഈ വഞ്ചകി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അമ്മയെ കൊല്ലാൻ നോക്കിയെന്നോ? ദൈവദോഷം പറയില്ല അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല.
ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ നിലവിളി കേട്ടാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത്. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. നീ അടുക്കളയിൽ നിന്ന് എണ്ണെടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. മായ പറഞ്ഞു. മായി ഇല്ലാത്ത കാര്യം പറയത്. കീർത്തി അവൾക്ക് നേരെ വിരൽച്ചുകൊണ്ടി. എന്റെ മോളുടെ നേരെ വിരൽച്ചുകൊണ്ടാ നീ ആരാടി? മീനാക്ഷി അമ്മ അവളോട് ദേഷ്യപ്പെട്ടു. അമ്മേ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ മനുവേട്ടനെ വിളിക്കാം. കീർത്തി അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. എന്നാൽ അവർ വീണ്ടും കൈത്തട്ടി മാറ്റി അവളെ തുറിച്ചു നോക്കി. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. എന്റെ ഭർത്താവിന്റെയും മോന്റെയും മുമ്പിൽ നീ നല്ലവളാണെന്ന് ചമയാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എനിക്കറിയാം നീ എന്നെ കൊല്ലാൻ തന്നെ നോക്കിയതാ. ഇന്ന് ഞാൻ അവരുടെ മുമ്പിൽ തെളിയിക്കും നിന്റെ യഥാർത്ഥ മുഖം. സാവിത്രി അമ്മ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. കീർത്തിക്ക് സങ്കടം വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാ കാണുന്നത്. ആ അമ്മയ്ക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യൂ? സാവിത്രി, ഇവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ നിന്റെ ഭർത്താവിനെയും മോനെയും വിവരം അറിയിക്കുക. മീനാക്ഷി അമ്മ പറഞ്ഞു. അതെ ആന്റി, ഇവളുടെ യഥാർത്ഥ മുഖം ഇന്ന് അങ്കിളും മനുവേട്ടനും അറിയണം. ഞങ്ങൾ അറിയിക്കും. ആന്റി അവർ വിളിക്ക്. മായ പറഞ്ഞു. മീനാക്ഷി മോളെ, നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്ക്. മാറി നിൽക്കും അങ്ങോട്ട്. മീനാക്ഷി അമ്മ കീർത്തിയെ പുറകിലോട്ട് തള്ളി. ശേഷം മീനാക്ഷി അമ്മയും മായയും കൂടി സാവിത്രിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സോഫയിലിരുത്തി. മോളെ, എൻ്റെ ഫോൺ അവിടെയുണ്ട്, ഇങ്ങനെ എടുക്ക്. തമ്പിയേട്ടനെ ഞാൻ വിളിക്കട്ടെ? മായ അവർക്ക് ഫോൺ എടുത്തു കൊടുത്തു. ഒറ്റ റിങ്ങിൽ തന്നെ തമ്പി ഫോൺ എടുത്തു. എന്താ സാവിത്രി, കാര്യം പറയും? എന്താന്നോ, നിങ്ങളും നമ്മുടെ പുന്നാര മോനും കൂടി ഒരു കെട്ടിലമ്മ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കല്ലേ. അവള് മഹാദുഷ്ടയാ. അവളിന്ന് എന്നെ കൊല്ലാൻ നോക്കി. നീ എന്തൊക്കെയാ സാവിത്രി പറയുന്നത്? കീർത്തി മോൾ നിന്നെ കൊല്ലാൻ നോക്കിയെന്നോ? നിനക്കെന്താ തലക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്കല്ല തലക്ക് കുഴപ്പം, നിങ്ങളുടെ പുന്നാര മരുമോൾക്കാ. വേഗം മനുവിനെയും കൂട്ടിക്കൊണ്ട് വാ, ഇല്ലേ ഞാനിപ്പോ ഇവിടെ കിടന്ന് ചാവും. ആർ ഫോൺ കെട്ടിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തമ്പി മനു അങ്ങോട്ടേക്ക് എത്തി. എന്താ സാവിത്രി, എന്താ കാര്യം? മോളെ, എന്താ കാര്യം? തമ്പി കീർത്തിയോടും ചോദിച്ചു. ആ ഒരുമ്പെട്ടോളോട് ചോദിക്കേണ്ട, എന്താണെന്ന് ഞാൻ പറയാം. സാവിത്രി നടുവിൽ കൈത്തായും പറഞ്ഞു. ഞാൻ മുറി കയറിയ തക്കം നോക്കി ഇവള് മുറിക്ക് പുറത്ത് എണ്ണ ഒഴിച്ചു. ഞാനത് കാണാതെ തെന്നി വീണു. ഇവളെന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാ. ഞാൻ ഇവളോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. ഈശ്വര കടാക്ഷം കൊണ്ടാ എനിക്കൊന്നും പറ്റാത്ത. എന്നിട്ട് വീണ് കിടന്ന് എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക പോലും ചെയ്തില്ല ഇവള്. ദുഷ്ടത്തി. കീർത്തി പെട്ടെന്ന് അവരെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ ഉള്ളം വല്ലാണ്ട് വേദനിച്ചു. പക്ഷെ അവളൊന്നും മിണ്ടിയില്ല. തലകുനിച്ചിന്ന് നിശബ്ദമായി കരഞ്ഞതല്ലാതെ. ഇവൾ അടുക്കളയിൽ നിന്ന് എണ്ണ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതാങ്കിൽ, മായ പെട്ടെന്ന് പറഞ്ഞു. തമ്പിയും മനുവും പരസ്പരം നോക്കി. ഇരുവർക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. തമ്പി മനുവിനെ നോക്കി കണ്ണീമി. ഓ, അപ്പൊ ഇവള് നിന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? തമ്പി സാവിത്രിയും കീർത്തിയും മാറി മാറി നോക്കി. കീർത്തി പെട്ടെന്ന് ഞെട്ടി അദ്ദേഹത്തെ നോക്കി. കീർത്തി, എന്തൊക്കെയാ കീർത്തി ഇവിടെ നടക്കുന്നത്? മനു ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു. മനുവേട്ടൻ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുളിക്കാൻ കയറിയതാ. കുളിച്ച് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ അമ്മയുടെ നിലവിളി കേട്ടത്. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ അമ്മയുടെ വീണിടയ്ക്കായിരുന്നു. കള്ളം, പച്ച കള്ള ഇവള് പറയുന്നത്. ഇവള് കുളിച്ചിറങ്ങിയതിന് ശേഷം സാവിത്രി റൂമിലേക്ക് പോയത്. മീനാക്ഷി അമ്മ പറഞ്ഞു. അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്ക്, ഞാനൊന്നും ചെയ്തിട്ടില്ല. മതി, നിർത്ത്. നീ എന്താ കരുതിയേ? നിന്നോട് കുറച്ച് സ്നേഹം കാണിച്ചു കരുതി എന്റെ ഭാര്യ ഞാൻ ഒഴിവാക്കിയെന്നോ? എനിക്ക് വലുത് എന്റെ ഭാര്യയും മകനും തന്നെയാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വീട് നിനക്ക് സ്ഥാനം. നീ എന്താ കരുതിയത്? എന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കാതെ ഇന്നലെ കയറി വന്ന് നിന്റെ വാക്യം കേൾക്കുന്നോ? അത് നീ തമ്പി വേറെ ജനിക്കണം. മനു, ഇതിന്റെ മറുപടികൾക്ക് നീ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുക്കണോ? വേണ്ട സാർ, ഞാൻ കാരണല്ലേ അവള് വീട്ടിലേക്ക് വന്ന്. അപ്പൊ ഇതിനുള്ള മറുപടി അവർക്ക് ഞാൻ തന്നെ കൊടുത്തേക്കാം. മനു ദേഷ്യത്തോടെ അവളെ നോക്കി. എന്നിട്ട് അവളെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ വാടി, എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ നീ ഇവിടെ വേണ്ട. ഇറങ്ങിപ്പോ, എങ്ങോട്ടേക്കാന്ന് വെച്ചാ. അവനവളെ പുറത്തേക്ക് ഇറക്കി വിട്ടു. മനുവേട്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്, എന്നെ ഇറക്കി വിടല്ലേ മനുവേട്ട. അവൾ പൊട്ടിക്കരഞ്ഞു. ഈ സമയം അത്രയും സാവിത്രിയമ്മയും മീനാക്ഷിയും മായും ഉള്ളാരെ ചിരിക്കുകയായിരുന്നു. ആ ചിരി അവരുടെ മുഖത്തും പ്രകടമായി. അവരുടെ പ്ലാൻ വിജയിച്ചു എന്ന് അവർ കരുതി. ഇത്രയും മതിയോ സാവിത്രി, അതോ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? തമ്പി സാവിത്രിയെ നോക്കി. തമ്പിയേട്ടാ, മിണ്ടി പോരുന്നീ. എന്താണ് നീ കരുതിയേ? നിന്റെ ഇവരുടെയും വാക്കേട്ട് ഞാൻ എന്റെ മോളെ അവിശ്വസിക്കുന്നോ? ഇവന്റെ പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടുന്നോ? എന്നാലേ നിനക്ക് തെറ്റ് സാവിത്രി. തമ്പിയേട്ടാ, ഇവള് നിന്നോട് മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ സാധിച്ചടി നിനക്ക്? നിന്നെ പോലൊരു പെൺകൊച്ചല്ലേ അത്. എങ്ങനെ നിനക്ക് അതിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ മനസ്സ് വരുന്നു? ഇവിടെ വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നീയും നിന്റെ കൂട്ടുകാരിയും മകളും ചേർന്നുള്ള പ്ലാനാണെന്ന്. എങ്ങനെയെങ്കിലും കീർത്തി മോളെ ഇവിടുന്ന് പുറത്താക്കി നിന്റെ ഈ കൂട്ടുകാരുടെ മോളെ ഇവന്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നീ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നീ ഇവരും കൂടി ചേർന്ന് കളിച്ച നാടകമല്ലേ ഇതൊക്കെ? അയ്യോ അങ്കിൾ, എന്തൊക്കെയാ പറയുന്നേ? നാടകമോ? സത്യമായിട്ടും? മതി, നിർത്തി. നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. മനുമായ തടഞ്ഞു. നീയും നിന്റെ തള്ളയും കരുതുന്ന പോലെ നിനക്കിവിടെ എന്റെ കെട്ടിലമ്മയായിട്ട് വാഴാമെന്ന് സ്വപ്നത്തിൽ പോലും നീ ചിന്തിക്കണ്ട. അതിനെന്റെ അമ്മയും കൂട്ടി പിടിച്ച ഒരു വൃത്തിയായിട്ട കളി നിങ്ങൾ കളിക്കണ്ട.
ഈ മനുവിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്നും എന്റെ കീർത്തി മാത്രമായിരിക്കും. എന്റെ അവസാന ശ്വാസം വരെ എന്റെ ജീവന്റെ പാതി എന്റെ കീർത്തി മാത്രമാവും. മനസ്സിലായോടി പുല്ല നിനക്ക്. പുറത്തൊക്കെ കേട്ടുകൊണ്ട് നിൽക്കായിരുന്ന കീർത്തിയുടെ അടുത്തേക്ക് തമ്പിയും മനുവും വന്നു. മോളെ, അച്ഛനോട് ക്ഷമിക്കും മോളെ. ഇവർക്ക് ചെറിയൊരു ഡോസ് കൊടുക്കാൻ വേണ്ടിയാ അച്ഛൻ മോളോട് അങ്ങനെയൊക്കെ പറഞ്ഞു. അച്ഛനറിയാം അച്ഛന്റെ കുട്ടിയെ. അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച തലയിൽ തലോടി. അച്ഛാ. അവളൊരു പൊട്ടിക്കരച്ചിലോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം അവളുടെ നെറുകിൽ തലോടി. പോട്ടെ മോളെ, ഇനി എന്തെങ്കിലും ഉണ്ടായി ഇവൾക്ക് തക്ക മറുപടി ആ അച്ഛൻ കൊടുത്തോളാം. മോള് സങ്കടപ്പെടാതെ. മനു അവൾക്കടുത്തേക്ക് വന്നു. മോളെ, അവൻ അവളെ വിളിച്ചു. അവൾ അവനെയും നോക്കി. ആ നിമിഷം തന്നെ അവൻ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്കിട്ട് ചേർത്ത് പിടിച്ചു. അരേട്ടാ. അവൾ കരഞ്ഞുപോയി. ഏയ്, ഏട്ടനോട് ക്ഷമിക്കുവന്നെ. മോളെ സങ്കടപ്പെടുത്തിയെന്ന്. എനിക്കറിയാം എൻ്റെ പെണ്ണിനെ. അല്പസമയത്തേക്കാണെങ്കിലും ഈ മനസ്സ് വല്ലാതെ നോവിച്ചതിന് മാപ്പ്. അവനവളുടെ കൈ ചേർത്ത് പിടിച്ച് പറഞ്ഞു. സാറിന്റെ മനുവേട്ടാ, ഞാൻ കരുതിയത് അച്ഛനും മനുവേട്ടനെ അവിശ്വസിച്ചു എന്നാ. ഇല്ല മോളെ, എനിക്കറിയില്ല എൻ്റെ പെണ്ണിനെ. ഒരു ഉറുമ്പിനെ പോലും നിനക്ക് നോവിക്കാനല്ലെന്ന് എനിക്കറിയാം. മനു അവളുടെ കവിളിൽ കൈ ചേർത്ത് പറഞ്ഞു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കൂട്ടുകാരിയാണ് മകളാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ അമ്മയെങ്ങാനും ഇവിടെ വിളിച്ചു കയറ്റിയ എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയും. ഇവിടെ കയറി എന്റെ പെണ്ണിനെ ഭരിക്കാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. മനു ദേഷ്യത്തിൽ മൂവരെയും നോക്കി. മോൻ പറഞ്ഞു കേട്ടല്ലോ സാവിത്രി, ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ചാ നീ എന്റെ ഭാര്യയാണെന്ന് ഞാനങ്ങ് മറക്കും. തമ്പി പറഞ്ഞു. മോളെ, അച്ഛനോട് ചായ ഇട്ടതാ. ദേ ഇപ്പൊ കൊണ്ടുവരാച്ച. ആൾ കിച്ചണിലേക്ക് പോയി. എന്നാ എനിക്ക് വേണം ചായ, മനു വിളിച്ചു പറഞ്ഞു. ഓക്കെ മനു ഏട്ടാ. അവൾ ഇരുവർക്കും ചായ കൊടുത്തു. വാ, ഇവിടെ ഇരിക്കും. മനു അവളെ പിടിച്ച് തൻ്റെ അടുത്തിരുത്തി. മനു ഏട്ടാ, ദാ ചായ കുടിക്കേ. അവൻ ചായക്കപ്പോടെ ചുണ്ടോട് ചേർത്തു. അവൾ അവനെയും നോക്കി ചായ കുടിച്ചു. അവനും കുടിച്ചു. നിന്റെ ചുണ്ടിന് എന്തൊരു മധുര പെണ്ണേ, അവൻ മെല്ലെ അവളോട് പറഞ്ഞു. അയ്യടാ പോവിടുന്ന്. അവൾ അവരെ തള്ളിമാറ്റി എഴുന്നേറ്റ് പോയി. അവൻ അവൾ പോയ വഴിയെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് കുറച്ചു ദിവസം സാവിത്രി മൗനം പാലിച്ചു. എങ്കിലും നിശബ്ദമായി കീർത്തി അവിടുന്ന് പുറത്താക്കാനുള്ള വഴി അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം മനുവിനോടൊപ്പം ബീച്ചിൽ പോയതായിരുന്നു കീർത്തി. അവർ കടൽ തീരകൾ ആസ്വദിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് കീർത്തിക്ക് തലയുറ്റുന്ന പോലെ തോന്നിയത്. മനുവേട്ടാ, എനിക്ക് തല ചുറ്റുന്ന പോലെ. അവൾ തലക്ക് കൈവച്ചു. അയ്യോ മോളെ, എന്തുപറ്റി? അവൾ വാടിയ താമരത്തണ്ട് പോലെ അവന്റെ കയ്യിലേക്ക് വീണു. കീർത്തി. അവനാകെ പേടിച്ചു പോയി. വേഗം അവനവളെ കൈകൾ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അവൻ തമ്പി വിളിച്ച് കാര്യം പറഞ്ഞു. ആറ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും തമ്പി അവിടെ എത്തി. മോനെ, എന്താണ് മോൾക്ക്? എന്താ പറ്റിയത്? തമ്പി വേവലാതിയോടെ ചോദിച്ചു. അറിയില്ല അച്ഛാ, ഞങ്ങൾ ബീച്ചിൽ നിന്ന് പെട്ടെന്ന് അവൾ തലയുറ്റി വീണ. അപ്പോഴേക്കും മനുവിന്റെ ഫ്രണ്ട് കൂടിയായ മീര ഡോക്ടർ ഇറങ്ങി വന്നു. മീര, എന്തെന്നെ കീർത്തിക്ക്? അവൻ ആവലാതിയോടെ ചോദിച്ചു. ഹാ, നീ പേടിക്കാതെ മനു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലായിട്ടാണോ അവൾ തലയുറ്റി വീണ്? അത് അവളുടെ കുഴപ്പമില്ല, നിന്റെ കുഴപ്പം കണ്ടാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നത്? എടാ പൊട്ട, അവൾ പ്രഗ്നന്റ് ആണെന്ന്. സത്യമാണോ മീര? നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാനെന്തിനാ മനു നിന്നോട് കള്ളം പറയുന്നത്? അവൾ 2 മാസം ക്യാരിങ് ആണ്. അച്ഛാ. അവൻ തമ്പിയെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. മനുവിന് കീർത്തിയെ കണ്ടപ്പോൾ സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൻ അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ വയറിൽ തന്റെ അത്തരങ്ങൾ ചേർത്തു. തമ്പി അവളുടെ നെറുകിൽ തലോടി. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തമ്പിയും മനുവും വാങ്ങി നൽകി. താനൊരു മുത്തച്ഛനാവാൻ പോകുന്നതെന്ന സന്തോഷത്തിലായിരുന്നു തമ്പി. എന്നാൽ സാവിത്രിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി. അവളെ ചവിട്ടി പുറത്താക്കാനുള്ള പ്ലാനുകൾ തെരഞ്ഞെടുന്ന സാവിത്രിക്ക് ഒരു ഇടിത്തീ പോലെയാണ് ഈ വാർത്ത ചെന്നത്. ഒരിടിത്തീ പോലെയാണ് ഈ വാർത്ത കേട്ടത്. ഇല്ല, അവളുടെ സന്തതി എന്റെ പേരക്കുട്ടിയോ, ഞാൻ അനുവദിക്കില്ല. അവർ അവളെയും കുഞ്ഞിനെയും കൊല്ലാനുള്ള വഴിയാലോചിച്ചു. ഒരു ദിവസം തമ്പിയും മനുവും ബിസിനസ് ആവശ്യമായി കുറച്ച് തിരക്കിലായിരുന്നു. രാവിലെ കീർത്തി അച്ഛൻ്റെ അടുത്തായി പോട്ടെ എന്ന് മനു ചോദിച്ചു. എന്നാൽ വേണ്ട, താൻ ഇവിടെ നിന്നോളാമെന്ന് അവൾ പറഞ്ഞു. സാവിത്രി, തമ്പി വിളിച്ചു. സാവിത്രി. എന്താ? ഞങ്ങൾ ഇന്ന് കുറച്ച് തിരക്കില്ല. മോളുടെ കാര്യം നോക്കണം. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. പിന്നെ നിന്റെ ദേഷ്യമൊന്നും മോളോട് കാണിക്കരുത്. നമ്മുടെ മോൻ്റെ ചോര അവളുടെ ഉള്ളിൽ, അത് മറക്കരുത്. ഓ, അവർ താല്പര്യമില്ലാതെ പറഞ്ഞു. മോളെ, ഞങ്ങൾ ഇറങ്ങും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനെ എന്നെ വിളിക്കണം. ശരി അച്ഛാ. പോയി വരാടോ, എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. അവനവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ശരി മനു ഏട്ടാ. അവർ രണ്ടുപേരും പോയി. കീർത്തി മുറിയിലേക്ക് പോയി. സാവിത്രി അവളെ ദേഷ്യത്തോടെ നോക്കിയെന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലൊരു കുബുദ്ധി തോന്നി. അവർ നേരെ അവളുടെ റൂമിനടുത്തേക്ക് നടന്നു. എടി, എന്താ അമ്മേ? എന്തായാലും എന്റെ ഭർത്താവ് മോന് നിന്നെ തലയിൽ കയറ്റി വെച്ചേക്കുമല്ലേ, പിന്നെ ഞാനായിട്ട് എന്തിനാ? ഇനി അവരിൽ നിന്നിരുന്ന് നീ പട്ടിണി കിടക്കണ്ട.
കുറച്ച് കഴിഞ്ഞ് അടുക്കളയിലോട്ട് വാ. നിനക്ക് പാൽപ്പായസം ഇഷ്ടമാണെന്ന് ഇന്നലെ പറയുന്ന കേട്ടു. ഞാൻ ഉണ്ടാക്കിത്തരാം. അവൾക്ക് തന്റെ കാതുകൾ വിശ്വസിക്കാനായില്ല. ശരി അമ്മേ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അവരോടൊന്ന് പോയി. ഇന്ന് നിന്റെ അവസാനാണെടി. അവരുടെ മുഖത്തൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. കീർത്തിക്ക് ഈ സന്തോഷം മനുമായി പങ്കിടണമെന്ന് തോന്നി. പക്ഷെ അവൻ മീറ്റിംഗിലാണെന്ന് ഞാൻ വിളിച്ചില്ല. സാവിത്രിയമ്മ പാൽപ്പായസം ഉണ്ടാക്കി. പക്ഷെ അതിലവൾ തന്റെ പേരക്കുട്ടിയെ കൊല്ലാൻ വിഷം ചേർത്ത് പാവം കീർത്തി അറിഞ്ഞില്ല. അവൾ അമ്മയുടെ മനസ്സിൽ തനിക്ക് സ്ഥാനം കിട്ടിയെന്ന തോന്നലിൽ അവർക്കടുത്തേക്ക് പോയി. അമ്മേ, ആ നീ വന്നോ? ദേ പായസം കുടിക്ക്. മനുവിനെ വിളിച്ചോ? ഇല്ലമ്മേ, മീറ്റിംഗിലല്ലേ, വരട്ടേന്ന് കരുതി. അത് നന്നായി, അവർ മനസ്സിൽ പറഞ്ഞു. ദാ കുടിക്ക്. താങ്ക്സ് അമ്മേ. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. തന്റെ അമ്മയെ തനിക്ക് തിരിച്ചു കിട്ടിയെന്ന് അവൾ കരുതി. പക്ഷെ അതിലൊരു ചതി ഒളിഞ്ഞിരിക്കുന്ന അവൾ അറിഞ്ഞില്ല. അവൾ ആ പായസം വാങ്ങി ആർത്തിയോടെ കുടിച്ചു. താങ്ക്സ് അമ്മേ, നല്ല പായസമായിരുന്നു. അവൾ അവരോട് നന്ദി പറഞ്ഞ് മുറിയിലേക്ക് പോയി. മനു അച്ഛന് വരുമ്പോൾ ഈ സന്തോഷം പറയാൻ ഉറപ്പിച്ച അവൾ ഇരുന്നു. പക്ഷെ പെട്ടെന്നാണ് അവൾക്ക് എന്തോ അസ്വസ്ഥത തോന്നിയത്. തല കറങ്ങുന്ന പോലെ, വയറൊക്കെ വല്ലാണ്ട് വേദനിക്കുന്നു, തൊണ്ട വരളുന്നു. അവൾക്ക് എന്തോ പന്തികേട് തോന്നി. അവൾക്ക് മനുവിനെ കാണണമെന്ന് തോന്നി. അവൾ ഫോൺ എടുത്ത് അവന്റെ നമ്പർ ഡയൽ ചെയ്തു. മീറ്റിംഗിലാണെങ്കിലും അവളുടെ കോൾ കണ്ടവൻ അറ്റൻഡ് ചെയ്തു. അച്ഛാ, കീർത്തി വിളിക്കുന്നു, ഞാനിപ്പോ വരാം. ആ, എന്താണെന്ന് ചോദിക്കും മോനെ. മോളെ, എന്താടാ, ബോറടിക്കുന്നുണ്ടോ? എനിക്ക് എന്താടാ മോളെ, നിന്റെ ശബ്ദം എന്താടാ മോളെ, നിന്റെ ശബ്ദം എന്താ ഇടുന്നേ? എനിക്ക് വയ്യ, ഇത് വല്ലാത്ത വയറുവേദന, അസ്വസ്ഥതയും. മോളെ നീ പേടിക്കണ്ട, ഞാൻ ദാ എത്തി. അവൻ വേഗം അച്ഛനടുത്തേക്ക് ഓടി. അച്ഛാ, കീർത്തിക്ക് സുഖമില്ല, ഞാൻ വീട്ടിൽ പോവാ. ഞാനും വരിക മോനെ. അവർ വീട്ടിലേക്ക് തിരിച്ചു. സാവിത്രി, തമ്പി വിളിച്ചു. എന്റെ ഈശ്വര, ഇങ്ങനെ ഇത്ര വേഗം വന്നു, കുഴഞ്ഞല്ലോ. സാവിത്രി മനസ്സിലൊരു പേടിയോടെ ഉമ്മർത്ത് വന്നു. എന്താ മോളെവിടെ? ആ, എനിക്കറിയില്ല, നിങ്ങൾ പോയ പിന്നെ ഞാൻ കണ്ടില്ല. എടി, നിന്നോട് പറഞ്ഞല്ലേ മോളെ ശ്രദ്ധിക്കണമെന്ന്. ഓ. ഇതിനിടയിൽ മുറിയിലേക്ക് പാഞ്ഞെത്തിയ മനു മുറിയിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞെന്ന് പോയി. അച്ഛാ, അവൻ അലറി വിളിച്ചു. മോനെ, എന്താടാ? തമ്പി ഒപ്രാളത്തോടു കൂടി പടികൾ കയറി. എന്റെ ഈശ്വര, ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത്? സാവിത്രി നെഞ്ചത്ത് കൈവച്ചു. മുറിയിലേക്ക് കയറി വന്ന തമ്പി അവിടെ കണ്ട കാഴ്ചയിൽ തറഞ്ഞെന്ന് പോയി. ബോധമറ്റ് നിലത്തിടക്കായിരുന്നു കീർത്തി. കാലിലൂടെ രക്തം ഒഴുകിയിറങ്ങുന്നു. അവളുടെ ഡ്രസ്സ് മുഴുവൻ രക്തമയമായിരുന്നു. മോളെ, ആ പിതൃഹൃദയം വല്ലാതെ നൊന്തു. മനു വേഗം ഓടിപ്പോയി അവളെ കൈകൾ കോരിയെടുത്തു. മോനെ, വേഗം വാടാ, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ആ ഒരു വേഗം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ലേബർ റൂമിന് പുറത്ത് അച്ഛനും മകനും സങ്കടം കടിച്ചമർത്തി നിന്നു. കുറച്ചു കഴിഞ്ഞ് മീര പുറത്തേക്ക് വന്നു. മീര, എന്റെ കീർത്തി, അവൾക്ക് എങ്ങനെയുണ്ട്? മനു, ഷീ ഈസ് ഓൾ റൈറ്റ്, ബട്ട് നിങ്ങളുടെ കുഞ്ഞ്. അവനത് കേൾക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. തമ്പിയും ഞെട്ടി. മീര, എന്റെ കുഞ്ഞ്? അച്ഛൻ, എനിക്ക് മോനെ കരയാതെടാ. ഈശ്വര നിശ്ചയം മാത്രമേ നടക്കൂ. ആ കുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് സമാധാനിക്കും മോനെ. ഞാനെങ്ങനെ സമാധാനിക്കും അച്ഛാ? അവൻ പൊട്ടിക്കരഞ്ഞു. മനു, എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മീര? അവളിന്ന് എന്തൊക്കെയാ കഴിച്ചേ? രാവിലെ ഞങ്ങളോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ മീറ്റിംഗുള്ള കാരണം ഓഫീസിലേക്ക് പോയി. അവളെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കുന്നത് പറഞ്ഞതാ, കേട്ടില്ല. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അവൾക്ക് തലയിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എവിടെ ഇരുന്നിട്ട് എന്നെ വിളിച്ചുകൂടായിരുന്നു. ഞാൻ ഓടിയെത്തില്ലായിരുന്നു, എങ്കിലും വീഴുമായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ മീര. ഞാൻ എങ്ങനെ അവളോട് പറയും? കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ആരും മുഖമ്പത്തി കരഞ്ഞു. മനു, നിങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവൾ വീണോണ്ടല്ല. പിന്നെ എങ്ങനെയാ? ആരാളെ നോക്കി. മോളെ, വീണിട്ടില്ലേ പിന്നെ എങ്ങനെയാ മോളെ? അതായെങ്കിലും ഞാൻ ചോദിച്ച് അവളിന്ന് എന്തൊക്കെയാ കഴിച്ചതെന്ന്. പുറത്തുനിന്നുള്ള ഭക്ഷണം അവൾ കഴിച്ചോന്നറിയാനാ ചോദിച്ചത്. നിങ്ങൾ വീട്ടിലായിരുന്നെങ്കിൽ ഇനി കീർത്തിക്ക് ബോധം തെളിഞ്ഞാൽ ആ കാര്യത്തിൽ വ്യക്തത വരും. മീര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ ഒന്ന് തെളിച്ചു പറയേ. മനു, കീർത്തിയുടെ ഉള്ളിൽ പോയിസൺ ചെന്നിട്ടുണ്ട്, അത് കാരണം ആ കുഞ്ഞ് മരിച്ചത്. വാട്ട്? തമ്പിയും മനു ഒരുപോലെ ഞെട്ടി. നീ എന്താ പറഞ്ഞ്? പോയിസൺ ചെന്നിട്ടുണ്ടെന്നോ? അതേ മനു, അവളിവിടെ എത്തിക്കാൻ കുറച്ചുകൂടെ വൈകിരുന്നെങ്കിൽ കുഞ്ഞിനിപ്പോൾ അവളെയും നിനക്ക് നഷ്ടപ്പെട്ടേനെ. മോളെ, കീർത്തി മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെനിക്കറിയാമെങ്കിൽ അത് ഞാൻ പറഞ്ഞു. അവൾ ഉണർന്നാലും നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന്. കുറേ സമയത്തിന് ശേഷം കീർത്തിക്ക് ബോധം തെളിഞ്ഞു. അവൾക്കടുത്ത് തമ്പിയും മനുവും മീരയും ഉണ്ടായിരുന്നു. കീർത്തി, അറിയോ? ഓക്കെ, ഐ ആം ഓക്കെ മീര, ബട്ട് എന്താണോ? മീര, എൻ്റെ കുഞ്ഞ്, എനിക്കെൻ്റെ വയറിൽ ഭാരം തോന്നില്ല. എൻ്റെ കുഞ്ഞിനെന്തേലും. മീര മനുവിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കീർത്തി അത് കണ്ടു. അവൾക്ക് എന്തോ പന്തിയേട് തോന്നി. മനുവേട്ടാ, നമ്മുടെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുകയാണല്ലോ അച്ഛാ. മോളിപ്പൊന്നും ചിന്തിക്കേണ്ട, റെസ്റ്റ് എടുത്തോ. തമ്പി അവളുടെ തലയിൽ തലോടി. അച്ഛാ, പറയച്ഛ,
എന്റെ കുഞ്ഞ്. പ്ലീസ് കീർത്തി, താൻ ഞാൻ ചോദിക്കുന്ന മറുപടി തരണം. ഇന്ന് താൻ എന്തൊക്കെയാ കഴിച്ചത്? എന്താ മീര, എന്റെ കുഞ്ഞിനെന്തേലും? നീ സത്യം അറിയണം, ധൈര്യം കൈവിടരുത്. നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ എന്റെ കുഞ്ഞ്? അവൾ വയറിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു. മോളെ. മനു അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. കരയാതെ മോളെ, ഈ കുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടില്ലടാ. അപ്പൊ നമ്മളെ കുഞ്ഞ് പോയല്ലേ? കീർത്തി, തനക്ക് പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നോ? ഇല്ല മീര. പിന്നെ നീ ഇന്നെന്താ കഴിച്ചേ? നിങ്ങളുടെ കുഞ്ഞിന് ദോഷം വരുന്ന എന്തോ ഇയാൾ കഴിച്ചു, അതാ കുഞ്ഞ് പോയത്. ഒന്ന് ഓർത്തു നോക്ക് കീർത്തി. കീർത്തി എന്തോ ആലോചിച്ചു. പെട്ടെന്ന് അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. എന്താ മോളെ? ഞാൻ കാരണമായിട്ട് നമ്മുടെ കുഞ്ഞ് പതിവില്ലാതെ അവരെന്നോട് സ്നേഹം കാണിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആരുടെ കാര്യം മോളെ? അച്ഛാ, ഇന്ന് അമ്മ എനിക്ക് പായസം ഉണ്ടാക്കി തന്നു. അത് കഴിച്ച ശേഷം ഞാൻ... തമ്പിയും മനു ഒരുപോലെ ഞെട്ടി, ഒപ്പം മീരയും. മനു, തന്റെ അമ്മയ്ക്ക് എങ്ങനെയാണോ ഇത്ര ക്രൂരയാവാൻ കഴിയുന്നത്? മീര ചോദിച്ചു. കീർത്തിയെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തമ്പിയും മനു അവൾക്കടുത്തായി സോഫയിലിരുന്നു. സാവിത്രി. എന്താ തമ്പിയേട്ടാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് സാവിത്രി മോളെ നോക്കിക്കൊള്ളണമെന്ന്. നീ അവൾക്ക് ഭക്ഷണം പോലും കൊടുത്തില്ലല്ലേ? അതല്ലേ മോള് തലയുറ്റി വീണ്? ഓ, അപ്പൊ ഇവളൊന്നും പറഞ്ഞിട്ടില്ല. സാവിത്രി ഉള്ളിൽ ചിരിച്ചു. അത് പിന്നെ എന്നും ഇവളെല്ലാം എടുത്ത് കഴിക്കാറ്, പിന്നെ ഞാനെന്തിനാ എടുത്ത് കൊടുക്കുന്നേ? പറഞ്ഞു കഴിഞ്ഞു അവരുടെ കവിളിൽ കൈ പതിഞ്ഞ് ഒപ്പമായിരുന്നു. തമ്പിയേട്ടാ, എന്നെ അങ്ങനെ വിളിക്കരുത്. നീ നിന്നിൽ നന്മയുടെ ഒരു കണിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതി. പക്ഷേ നീ ഒരു മൃഗായത് ഞാൻ അറിയാതെ പോയി. ഞാൻ നിങ്ങളുടെ ദേഹത്ത് കൈവെക്കാത്ത എന്റെ പെറ്റമ്മയായി പോയെന്ന ഒറ്റ കാരണം കൊണ്ടാ. മനുവിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ഓനെ ഞാൻ... വേണ്ട, നിങ്ങൾ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. എടി, നീ എന്റെ മോനെയും ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റുമല്ലേ? സാവിത്രി അമ്മ അവൾക്ക് നേരെ പാഞ്ഞു വന്നു. എന്നാൽ മനു അവൾക്കുമ്പിൽ കയറിയിരുന്നു. ആ നിമിഷം തന്നെ തമ്പിയുടെ കൈകൾ വീണ്ടും ഉയർന്നു പൊങ്ങി. ആ അടിയുടെ ശക്തിയിൽ അവർ താഴെ വീണു. നിനക്ക് ഇത്രയും ധൈര്യം എവിടെ നീട്ടിയടി? ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പേരക്കുട്ടിയെ കൊന്ന നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. തമ്പിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അച്ഛാ, വേണ്ട. കീർത്തി അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. മോളിതിലിടപെടണ്ട, ഇത് ഇവള് ചോദിച്ചു വാങ്ങി ശിക്ഷയാ. പൊക്കോ എങ്ങോട്ടേലും ഇറങ്ങി. കീർത്തി മോളെ ഇവിടുന്ന് പുറത്താക്കാനല്ലേ നീ ശ്രമിച്ച്? എന്നാ ഇന്ന് ഈ വീടിന് പുറത്താവുന്ന നീയാ. ഇറങ്ങിപ്പോടി. തമ്പി അവരെ പിടിച്ച് പുറത്താക്കി ഡോറടച്ചു. അച്ഛാ. വേണ്ട മോളെ, അവൾക്ക് വേണ്ടി നീ വാദിക്കണ്ട. നിന്നിലുള്ള നന്മയുടെ ഒരു അംശം പോലും അവളിലില്ല. ഇനി അവളിവിടെ വേണ്ട. അവളുടെ ആങ്ങളമാരെ പോലെ ആർത്തി മൂത്ത സാധന അത്. ഞാനതറിഞ്ഞപ്പോ വൈകിപ്പോയി. എന്നിട്ടും ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇന്ന് അവൾ ചെയ്തെനിക്ക് പൊറുക്കാനാവില്ല. അവൾ മനുവിനെ നോക്കി. ആ മുഖത്ത് ഒരു ദാക്ഷിണ്യം അവൾ കണ്ടില്ല. സാവിത്രി തന്റെ ആങ്ങളമാരുടെ അടുത്തേക്ക് പോയി. സഹോദരി ഇറക്കി വിട്ടു എന്നറിഞ്ഞ ആങ്ങളമാർ തമ്പിയോട് ചോദിക്കാൻ ചെന്നു. എന്നാൽ തമ്പിയുടെ കരുത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇന്ന് ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ട്. പതിയെ പതിയെ കുഞ്ഞ് നഷ്ടപ്പെട്ട ദുഃഖം അവർ മറന്നു തുടങ്ങി. അച്ഛന്റെയും മകന്റെയും ബിസിനസ്സിൽ അവർ കീർത്തിയെ ഉൾപ്പെടുത്തി. അങ്ങനെ അവൾ തിരക്കുകളിലേക്ക് മാറിയപ്പോൾ അവളുടെ ഉള്ളിലുള്ള സങ്കടമെല്ലാം മാറാൻ തുടങ്ങി. അവളുടെ കളിച്ചിരികൾ തിരിച്ചു വന്നു. സാവിത്രി അമ്മയെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല ആർക്കും ഒരു കുറ്റബോധവും തോന്നിയില്ല. കാരണം ആ കുഞ്ഞിനെ അത്രയ്ക്ക് അവർ ആഗ്രഹിച്ചിരുന്നു. ദിവസങ്ങളും മാസങ്ങളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി. 3 വർഷങ്ങൾക്ക് ശേഷം ലേബർ റൂമിന് പുറത്ത് അക്ഷമരായി കാത്തു നിൽക്കുകയാണ് തമ്പിയും മനുവും. കുറച്ചു സമയത്തിന് ശേഷം മീര പുറത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ 2 മാലാഖ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. മനു, ഞാൻ നോക്കിയേ, നിന്റെ മക്കള്. മീര, 2 പേരോ? അതേലും നിനക്കൊരു സസ്പെൻസ് ആവട്ടെ എന്ന് കരുതി ഞാനും കീർത്തിയും. അതേലും നിനക്കൊരു സസ്പെൻസ് ആവട്ടെ എന്ന് കരുതി ഞാനും കീർത്തിയും, മീര പറഞ്ഞു. എടി ദുഷ്ട. മീര ചിരിയോടെ കുഞ്ഞുങ്ങൾ അവന് നേരെ നീട്ടി. ഒരാളെ മനുവും മറ്റേയാളെ തമ്പിയും എടുത്തു. സന്തോഷത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ന് ആ തറവാട്ടിൽ 2 പൊന്നോമനുകൾ ഓടിക്കളിക്കുന്നു. അവരുടെ കുസൃതികളും കളിച്ചിരികളും അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ആ ചിരിയിൽ മറ്റുള്ളവരും അലിഞ്ഞു ചേർന്നു. ഇന്ന് അവിടം ഒരു സ്വർഗമാണ്. 2 മാലാഖ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളും കുസൃതികളും നിറഞ്ഞ സ്വർഗം.